അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ, ഭൂലോകത്തുള്ള എല്ലാം തന്നെ അത് നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മാത്രം ബാക്കിയാകുമെന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. അല്ലാഹു അടിമകളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫ ഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അല്ലയോ റസൂലെ, അങ്ങേക്ക് മുന്നേ നാം ഒരാൾക്കും ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല, ഒരാൾക്കും തന്നെ ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല. റസൂലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അഫ ഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, അപ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാക്കിയുള്ളവർ ശാശ്വതരായി ജീവിക്കുമെന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറം സഹോദരങ്ങളെ, നമ്മോട് ഓരോരുത്തരോടായി അള്ളാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ദേഹവും ഓരോ നഫ്സും മരണം അത് ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. നമ്മളിവിടെ ഒരിക്കലും ശാശ്വത ജീവിതത്തിന് വന്ന ആളുകളല്ല, മറിച്ച് ഇവിടെ വന്നത് പ്രവർത്തിക്കാനാണ്. നമ്മൾ ഇവിടെ വന്നത് പ്രവർത്തിക്കാനാണ്. ഇവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ നാളെ അഥവാ പരലോകത്ത് അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും.